2024 ജൂൺ 29 ശനി. ഇന്ന് 1199 മിഥുനം 15. വാർത്തകൾ വായിക്കുന്നത് ജി രവി. നീറ്റ് ക്രമക്കേട് ബഹളത്തിൽ മുങ്ങിയ പാർലമെന്റ്. ഇരുസഭകളും പലതവണ നിർത്തി പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫാക്കി. പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിലും കേന്ദ്രവുമായി പ്രതിപക്ഷം ഏറ്റുമുട്ടി. നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് ഇരുസഭകളും ബഹളത്തിൽ മുങ്ങി. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ മറ്റു ചർച്ചകൾ പരിഗണിക്കുന്ന കീഴ്വഴക്കമില്ലെന്നായിരുന്നു സഭാധ്യക്ഷന്മാരുടെ നിലപാട്. ലോക്സഭയിൽ പ്രത്യേക ചർച്ച വേണമെന്നാവശ്യപ്പെടാനായി രാഹുൽ ഗാന്ധി എഴുന്നേറ്റെങ്കിലും തുടക്കത്തിൽ മൈക്ക് നൽകിയില്ല. പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളത്തെ തുടർന്നാണ് മൈക്ക് ഓണായത്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഓഫായി. ഓണാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മൈക്ക് നിയന്ത്രിക്കാൻ എൻ്റെ പക്കൽ പ്രത്യേക ബട്ടൺ ഇല്ല എന്നായിരുന്നു സ്പീക്കർ ഓം ബിർളയുടെ മറുപടി. പ്രതിപക്ഷ എംപിമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെ സഭ 12 വരെ നിർത്തിവെച്ചു. വീണ്ടും തുടങ്ങിയെങ്കിലും ബഹളം കടുത്തതോടെ ലോക്സഭ പിരിഞ്ഞു. രാജ്യസഭയിൽ ദീർഘനേരം നീണ്ട പ്രതിഷേധത്തിനിടെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം ഭൂലോദേവി നേതം നടുത്തളത്തിൽ കുഴഞ്ഞു വീണു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. നന്ദിപ്രമേയ ചർച്ചയുമായി സഭാധ്യക്ഷൻ ജഗദീപ് ധൻഖർ മുന്നോട്ട് പോയതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത് പരീക്ഷാ ക്രമക്കേടടക്കം ഏതു വിഷയവും ഉന്നയിക്കാമെന്ന് ധൻഖർ പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ആവശ്യത്തിൽ ഉറച്ചുനിന്നു. പിന്നീട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഇന്ത്യ സഖ്യകക്ഷികൾക്കൊപ്പം BJDയും സഭ ബഹിഷ്കരിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ മാറുന്ന സമവാക്യങ്ങളുടെ സൂചനയായി. പാർലമെന്റിൽ BJPയുമായി സഹകരിച്ചിരുന്ന BJD ഒഡീഷയിലേറ്റ ദയനീയ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിലപാട് മാറ്റിയതോടെ രാജ്യസഭയിൽ പ്രതിപക്ഷ നിരയ്ക്ക് ബലമേറി. BJDക്ക് രാജ്യസഭയിൽ 9 അംഗങ്ങളുണ്ട്. ഏതു തരത്തിലുള്ള ചർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ സമയവും രീതികളുമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 6 സർവകലാശാലകളിലെ VC നിയമനം ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. 6 സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനായി ഗവർണർ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. കേരള, MG, KTU, കാർഷിക, ഫിഷറീസ്, മലയാളം സർവകലാശാലകളിലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. കമ്മിറ്റിയിൽ UGCയുടെയും ചാൻസലറുടെയും നോമിനികളെ ഉൾപ്പെടുത്തി രാജ്ഭവൻ വിജ്ഞാപനമിറക്കി. നോമിനികളെ നൽകാത്തതിനാൽ സർവകലാശാല പ്രതിനിധികൾ കമ്മിറ്റിയിലില്ല. കുളത്തിൽ കുളിച്ച 12 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം. 2 മാസത്തിനിടെ 2 കുട്ടികൾ ഈ രോഗം ബാധിച്ച് മരിച്ചിരുന്നു. കടുത്ത തലവേദനയും പനിയുമായി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 12 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പുതുച്ചേരിയിലെ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. 5 ദിവസമായി വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ 16-ന് ഫറൂഖ് കോളേജ് അച്ചംകുളത്തിൽ കുളിച്ചപ്പോഴാണ് അണുബാധ ഉണ്ടായതെന്നാണ് കരുതുന്നത്. 22-ന് തലവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഫറൂഖ് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. 23-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് 24-ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലാണ്. 2 മാസത്തിനിടെ സംസ്ഥാനത്ത് ഈ രോഗം സ്ഥിരീകരിക്കുന്നത് 3-ാം തവണയാണ്. കണ്ണൂർ സ്വദേശിയായ 13 വയസ്സുകാരി ഈ മാസം 12-നും മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരൻ കഴിഞ്ഞ മാസവും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. ഭീഷണിയായി അമീബിക് മസ്തിഷ്ക ജ്വരം. ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നതിനിടെ ഭീഷണിയായി അമീബിക് മസ്തിഷ്ക ജ്വരവും. കണ്ണൂർ സ്വദേശി ദക്ഷിണ 13 വയസ്സുള്ള കുട്ടി മരിച്ചത് ഇതുമൂലമാണെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ രാമനാട്ടുകര സ്വദേശിയായ കുട്ടിക്കും രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസമാണ് മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരി ഇതേ അസുഖത്തെ തുടർന്ന് മരിക്കുകയും പുഴയിൽ ഒപ്പം കുളിച്ച മറ്റ് 4 കുട്ടികളെ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഇവർക്ക് പിന്നീട് അസുഖം ഭേദമായി. കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടി മൂന്നാറിലെ പഠനയാത്രയ്ക്കിടെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നു. അവിടെ നിന്നാണോ വെർമോമോബിയ വെർമിഫോർമിസ് അമീബ ശരീരത്തിലെത്തിയതെന്നാണ് സംശയം. തലച്ചോറിലെ കോശങ്ങളെ അമീബ തിന്ന് നശിപ്പിക്കുന്നതിലൂടെ വരുന്ന പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന മസ്തിഷ്ക ജ്വരം അതിമാരകമാണ്. രോഗം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത 3% മാത്രമാണ്. വേനലാണ് അമീബയുടെ ഇഷ്ടകാലം. മലിനജലത്തിലും മണ്ണിലും ജീവിക്കുന്ന അമീബ
അല്പം ചൂടുള്ള വെള്ളത്തിൽ കാണും. 46 ആണ് ഏറ്റവും അനുകൂല ചൂട്. അമീബയുള്ള വെള്ളം കുടിച്ചാൽ രോഗബാധയുണ്ടാകില്ല. വെള്ളം മൂക്കിലൂടെ ശിരസിൽ എത്തുന്നതാണ് പ്രശ്നം. തലച്ചോറിലെത്തുന്ന അമീബ പെറ്റുപെരുകും, കോശങ്ങൾ എത്തിന്ന് നശിപ്പിക്കും. തലവേദന, പനി, വിശപ്പില്ലായ്മ, ഛർദി, തൊണ്ടവേദന, മനോനില തെറ്റുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ഇഡിക്ക് തിരിച്ചടി, ഹേമന്ത് സോറന് ജാമ്യം. കള്ളപ്പണം വെളുപ്പിച്ചുവെന്നാരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ഹൈക്കോടതി ജാമ്യം നൽകി. കള്ളപ്പണം വെളുപ്പിച്ചതായി തെളിവില്ലെന്ന് ജസ്റ്റിസ് രംഗൻ മുഖോപാധ്യായ വ്യക്തമാക്കി. 5 മാസത്തോളം കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നുവെന്ന് പുറത്തിറങ്ങിയ സോറൻ പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവരെ സമാനമായ രീതിയിൽ പീഡിപ്പിക്കുകയാണെന്നും സോറൻ പറഞ്ഞു. റാഞ്ചിയിലെ 8.86 ഏക്കർ ഭൂമി കൈവശപ്പെടുത്തിയെന്ന കേസിൽ ജനുവരി 31 ഹേമന്ത് സോറനെ ഇഡി അറസ്റ്റ് ചെയ്തത്. അതിനു മുൻപായി അദ്ദേഹം മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞു. ജൂൺ 13 കോടതി വാദം കേട്ട ശേഷം വിധി പറയാൻ മാറ്റിയിരുന്നു. വായ്പാ പദ്ധതികളുമായി ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ. ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് 20 ലക്ഷം രൂപ വരെ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആകർഷകമായ നിരക്കിൽ വായ്പാ വിതരണത്തിനൊരുങ്ങി സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ. ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ 6% പലിശ നിരക്കിൽ 20 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കുമെന്ന് KSMDFC ചെയർമാൻ സ്റ്റീഫൻ ജോർജും MD C അബ്ദുൾ മുജീബും അറിയിച്ചു. വായ്പ ലഭിച്ച 6 മാസത്തിനു ശേഷം തിരിച്ചടവ് തുടങ്ങിയാൽ മതി. 60 മാസമാണ് കാലാവധി. കുടുംബ വാർഷിക വരുമാനം 1.2 ലക്ഷം മുതൽ 8 ലക്ഷം വരെ. ചെറുകിട വ്യവസായം, കച്ചവട സംരംഭങ്ങൾ, ചെറുകിട സാങ്കേതിക മേഖലകൾ, ഗതാഗത സേവനം, കൃഷി, കോഴി വളർത്തൽ, കന്നുകാലി വളർത്തൽ, മീൻ വളർത്തൽ, മത്സ്യബന്ധനവും വിൽപ്പനയും, പരമ്പരാഗത കരകൗശല മേഖല തുടങ്ങിയവയ്ക്കായിരിക്കും മുൻഗണന. പ്രവാസികൾക്കായി 5% പലിശയ്ക്ക് പ്രവാസി വായ്പ, വിസ വായ്പ എന്നിവയുണ്ട്. വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, വിവാഹം എന്നിവയ്ക്കും വായ്പ നൽകുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം ഇനി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, ആരോഗ്യം പരമധനം എന്ന ടാഗ് ലൈനും ചേർക്കും. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും 6600 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെയുമാണ് കോ ബ്രാൻഡിങ്ങിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ആശുപത്രികളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നും ആരോഗ്യം പരമം ധനം എന്ന ടാഗ് ലൈനും ചേർക്കണമെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ മാർഗനിർദ്ദേശം. ഇത് കേരളം നടപ്പാക്കാത്തതിനാൽ സംസ്ഥാനത്തെ നാഷണൽ ഹെൽത്ത് മിഷന് 2023-24 ലഭിക്കേണ്ട 826 കോടി രൂപയിൽ 189.14 കോടി രൂപയെ നൽകിയുള്ളൂ. 2024-25 821.02 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും തുക അനുവദിച്ചിട്ടില്ല. 4 വർഷ ബിരുദം കേരളത്തിൽ ജൂലൈ 1 തുടക്കം. സംസ്ഥാനതല വിജ്ഞാനോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ആരംഭിക്കുന്ന 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് ജൂലൈ 1 വിജ്ഞാനോത്സവത്തോടെ തുടക്കമാവുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. സംസ്ഥാനതല വിജ്ഞാനോത്സവം ജൂലൈ 1 12 മണിക്ക് തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് നടപ്പാക്കിയ ഏകീകൃത അക്കാദമിക് കലണ്ടർ പ്രകാരമാണ് ക്ലാസ് ആരംഭിക്കുക. കോഴ്സിന് ചേരുന്നവർക്ക് 3 വർഷം കഴിയുമ്പോൾ ബിരുദം നേടി എക്സിറ്റ് ചെയ്യാനും താൽപ്പര്യമുള്ളവർക്ക് 4 വർഷവും പൂർത്തിയാക്കി ഓണേഴ്സ് ബിരുദം നേടാനും ഗവേഷണ താൽപ്പര്യമുള്ളവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം നേടാനും കഴിയുന്ന തരത്തിലുള്ളതാണ് ബിരുദ പ്രോഗ്രാമിൻ്റെ ഘടന. വിദ്യാർത്ഥികളെ വരവേറ്റതിനു ശേഷം 4 വർഷ ബിരുദ പരിപാടിയെക്കുറിച്ചുള്ള ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ് അറിയിച്ചു. വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ മറ്റന്നാൾ രാത്രി 12 വരെ. വിളനാശമുണ്ടായാൽ കർഷകന് സഹായമാകുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതികളിലേക്ക് മറ്റന്നാൾ രാത്രി 12 വരെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതിയായി നിശ്ചയിച്ചിരുന്നത് നാളെയായിരുന്നു. നാളെ പ്രവൃത്തി ദിനമല്ലാത്തതിനാലാണ് പിറ്റേ ദിവസം വരെയാക്കി സമയപരിധി നിശ്ചയിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ശുഭദിനം. നന്ദി.